മെന്നെ തുടക്കം തൊട്ടേ ജീവിതത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല. ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തി. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ട് എന്താ ഉദ്ദേശം? ഈ കുറെ നേരായി എനിക്ക് വേണ്ടി കോറസ് ഒന്നും പാടണ്ട. നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ആ അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അയ്യോ അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. നീ ഇങ്ങനത്തെ ആളാണല്ലേ കൂളെ. എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞു. അയ്യോ ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. പോക്കാണ് മോനെ. അറിയാമേ പറഞ്ഞല്ലേ പോകാം. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം കാണിക്കാം. എനിക്ക് പറഞ്ഞുകൂടാ. അയച്ചത് പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിയും. ഇത് കണ്ടോ നിങ്ങള്? നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ? അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മുവിനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നത്. നീ വിചാരിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, ഭയങ്കര ഗൗരവമുള്ള വിഷയ. കറക്റ്റാ. ആ കണ്ടോ, നിനക്കത് കിട്ടി. കഷ്ടം. അഹാന അയച്ച ഒരു മെസ്സേജാ. തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഏറ്റവും വലിയ സൈക്കോ ഇവനാണെന്നാ ഞാനിതുവരെ കരുതിയത്. പക്ഷെ അവൾ അതെല്ലാം തെറ്റിച്ചു കളഞ്ഞു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.